വിശദമായ വാർത്തകളിലേക്ക്. മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്ത മുസ്ലിം ലീഗ് നേതാവിന് സസ്പെൻഷൻ. ബേപ്പൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് KM ബഷീറിനെയാണ് ലീഗിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. അതേസമയം മനുഷ്യമഹാശൃംഖലയിൽ പങ്കെടുത്തത് സാധാരണക്കാരുടെ നിലപാട് പ്രകടിപ്പിക്കാനാണെന്ന് മുസ്ലിം ലീഗിൽ നിന്നും പുറത്താക്കപ്പെട്ട നേതാവ് KM ബഷീർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ആർജവമില്ലാത്ത നിലപാടാണ് UDFന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ബഷീർ കുറ്റപ്പെടുത്തി. മനുഷ്യമഹാശൃംഖലയിൽ പങ്കെടുത്തതിന് മുസ്ലിം ലീഗ് ബേപ്പൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റും കരുവന്തുരുത്ത് ബാങ്ക് പ്രസിഡന്റുമായ KM ബഷീറിനെ മുസ്ലിം ലീഗ് സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ ഔദ്യോഗികമായി തന്നെ അറിയിച്ചില്ലെന്നും ജില്ലാ പ്രസിഡന്റ് സ്വകാര്യ ചാനലിൽ പ്രതികരിച്ചപ്പോഴാണ് താൻ വിവരം അറിയുന്നതെന്നും KM ബഷീർ പ്രതികരിച്ചു. മനുഷ്യമഹാശൃംഖലയിൽ വ്യക്തിപരമായി പങ്കെടുത്തവർക്കെതിരെ നടപടി സ്വീകരിക്കില്ലെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പരസ്യ പ്രസ്താവന നടത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള നടപടിയുമായി ലീഗ് സംസ്ഥാന നേതൃത്വം രംഗത്ത് വന്നത്. മനുഷ്യമഹാശൃംഖല തിരിച്ചടിയാകുമെന്ന സാഹചര്യത്തിലാണ് ലീഗ് അണികൾക്ക് നേരെയും പ്രാദേശിക നേതൃത്വത്തിന് നേരെയും നടപടി ഭീഷണിയുമായി ഇറങ്ങിയിരിക്കുന്നത്. UDFന്റെ ആർജവമില്ലാതുകൊണ്ടാണ് താൻ മനുഷ്യമഹാശൃംഖലയിൽ പങ്കെടുത്തതെന്നും KPCC പ്രസിഡന്റിന്റെ അനവസരത്തിലുള്ള പ്രസ്താവന സമര ഐക്യത്തെ തകർക്കുകയാണ് ചെയ്തതെന്നും നന്മയുടെ പക്ഷത്ത് നിൽക്കണമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചതെന്നും നന്മ ആരു ചെയ്താലും അവരുടെ പക്ഷത്ത് നിലയുറപ്പിക്കുമെന്നും KM ബഷീർ പ്രതികരിച്ചു. കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റിന്റെ അസ്ഥാനത്തുള്ള ഒരാവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെന്റാണ് ഇതിന് കാരണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് പറയുന്നത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമൊന്നുമല്ല, തിരുത്തേണ്ടവർ തിരുത്തണം. ലീഗ് നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അംഗീകാരമായി താൻ സ്വീകരിക്കുമെന്നും KM ബഷീർ പറഞ്ഞു. എനിക്ക് സസ്പെൻഷൻ കിട്ടിയത് അതിൽ വളരെ സന്തോഷിക്കുന്ന ആളാണ്. അതെനിക്കൊരു റിവാർഡാണ്. ആലംബഹീനരായവർക്ക് വേണ്ടി ഒരു ജനത തെരുവിലിറങ്ങിയപ്പോഴാണ് താനും കുടുംബവും തെരുവിൽ കൈകോർത്തതെന്നും അദ്ദേഹം പറഞ്ഞു. ആരുമില്ലാത്ത, തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത ഒരു സമുദായത്തിൻ്റെ ആദിക്കും വ്യാധിക്കും വേണ്ടി ഒരു കൂട്ടം ആളുകൾ വീടുകളിൽ നിന്ന് തെരുവിലേക്ക് വന്നപ്പോൾ എൻ്റെ ഭാര്യയെ കൂട്ടിപ്പോയി, ഇതാ നീ ഒറ്റയ്ക്കല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, ഇവർ നമ്മോടൊപ്പമുണ്ട്, രാജ്യം നമ്മോടൊപ്പമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് കൊടുക്കുന്നത് ഒരു മഹാ അപരാധമായിട്ട് ഈ ഉള്ളവൻ കാണുന്നില്ല. PV ജോഷില, കൈരളി ന്യൂസ്, കോഴിക്കോട്. LDF നടത്തിയ മനുഷ്യമഹാശൃംഖലയിൽ പങ്കെടുത്തതിന്റെ പേരിൽ നടപടിയെടുക്കാനാണെങ്കിൽ ആയിരങ്ങൾക്കെതിരെ മുസ്ലിം ലീഗിന് നടപടിയെടുക്കേണ്ടി വരുമെന്ന് മന്ത്രി KT ജലീൽ. ലീഗിന് അത് നഷ്ടക്കച്ചവടമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പൗരത്വ ഭേദഗതിക്കെതിരായ സമരത്തിൽ കോൺഗ്രസിന് ഇപ്പോഴും ഏകീകൃത അഭിപ്രായമില്ല. കോൺഗ്രസിന്റെ വഴിയെ സഞ്ചരിച്ചാൽ ലീഗ് ഇല്ലാതാകും. കോൺഗ്രസ് ഇങ്ങനെ പോയാൽ LDFുമായി സഹകരിക്കാൻ ലീഗ് നിർബന്ധിതമാകുമെന്നും KT ജലീൽ പറഞ്ഞു. ഇതുവരെയും രാജ്യത്ത് ഒരു പ്രത്യേക വിഭാഗക്കാരാണ് സമരത്തിൻ്റെ മുന്നിൽ എന്നുള്ളതായിരുന്നു. ആ ഒരു സമര രീതിയെ കേരളത്തിൽ നടന്നിട്ടുള്ള മനുഷ്യമഹാശൃംഖല മാറ്റിമറിച്ചിരിക്കുകയാണ്. ഒരു ബഹുസ്വര സമൂഹം, ഏറ്റവും അധികം ബഹുസ്വര സമൂഹം പങ്കെടുത്ത ഐതിഹാസികമായിട്ടുള്ളൊരു പരിപാടിയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടന്നത്. ഭാവിയിൽ സമാനമായിട്ടുള്ള സമരപരിപാടികൾ ഇന്ത്യയൊട്ടുക്കും നടക്കുമെന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ്. സത്യത്തിൽ ഇതിൻ്റെ ഒരു ഗതിയെ തന്നെ, ഈ സമരഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ള വലിയ ജനകീയ മുന്നേറ്റം, ആ ജനകീയ മുന്നേറ്റത്തിൽ പങ്കെടുത്തു എന്നുള്ളതിന് ലീഗ് ആരെയെങ്കിലും സസ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലീഗിന് ഒരുപാട് ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ സസ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരേ വാർത്താ സമ്മേളനത്തിൽ വ്യത്യസ്ത നിലപാടുമായി കോൺഗ്രസും ലീഗും. കോഴിക്കോട് UDF വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട ഒന്നിച്ചുള്ള പ്രക്ഷോഭങ്ങൾക്കെതിരെ ലീഗും കോൺഗ്രസും വ്യത്യസ്ത നിലപാട് എടുത്തത്. പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഒന്നിച്ചുള്ള പ്രക്ഷോഭത്തെ ചൊല്ലി UDFിലെ ഭിന്നത വ്യക്തമാക്കുന്നതായിരുന്നു കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനം. CPIMുമായി ചേർന്ന് സമരം നടത്തുന്നതിനെ കോൺഗ്രസ് നേതാവ് T സിദ്ദിഖ് പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ എതിർത്തു. ആത്മാർത്ഥതയില്ലായ്മയാണ് യോജിച്ച സമരമെന്നും ഇടതുമുന്നണി നടത്തുന്ന സമരങ്ങളുടെ പിന്നാലെ പോകലല്ല പണിയുമെന്നായിരുന്നു സിദ്ദിഖ് വ്യക്തമാക്കിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമരം പ്രഖ്യാപിച്ച് അതിന്റെ പുറകെ പോകേണ്ട ഗതികേട് യുഡിഎഫിനില്ലല്ലോ. എന്നാൽ അതേ വാർത്താ സമ്മേളനത്തിൽ സിദ്ദിഖിനെ തള്ളിപ്പറയുകയായിരുന്നു ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാല. പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ യോജിച്ചുള്ള സമരം ഇനിയും വേണമെന്നും ഒന്നിച്ചുള്ള സമരങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ടെന്നും ലീഗ് ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കി. ഇനി യോജിച്ച സമരം നടക്കണ്ട എന്നാരും പറയുന്നില്ല. മതിയായ ആലോചനയും ചർച്ചയും നടത്തി ഇനിയും യോജിച്ച സമരങ്ങൾ നടത്താനുള്ള സാധ്യതകളുണ്ട്. കോഴിക്കോട് UDF വിളിച്ചുയർത്ത വാർത്താ സമ്മേളനത്തിലാണ്
പൗരത്വ നിയമ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് UDF-നുള്ളിലെ ഭിന്നത തന്നെ പുറത്തുവന്നത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ LDF നടത്തിയ മനുഷ്യ മഹാശൃംഖലയിൽ ലീഗിൽ നിന്നുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തതിന് പിന്നാലെയാണ് UDF ജില്ലാ കമ്മിറ്റിയിലെ അഭിപ്രായ ഭിന്നത പ്രകടമാകുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്. മനുഷ്യമഹാശൃംഖലയെ പിന്തുണച്ച് UDF ഘടകകക്ഷിയും RSP സംസ്ഥാന സമിതി അംഗവുമായ ഷിബു ബേബി ജോൺ രംഗത്ത്. മനുഷ്യമഹാശൃംഖലയിൽ ആരും പങ്കെടുക്കരുതെന്ന് UDF നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് ഷിബു ബേബി ജോൺ. അതുകൊണ്ട് തന്നെ UDF അനുഭാവികൾ പങ്കെടുത്തതിൽ ആശങ്കയില്ലെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. മനുഷ്യ മഹാശൃംഖലയിൽ ഞങ്ങൾ ആരും പങ്കെടുക്കല്ലെന്ന് പറഞ്ഞൊരു വിലക്ക് ഞങ്ങൾ കൊടുത്തില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇപ്പൊ കഴിഞ്ഞ വർഷം ഒരു മനുഷ്യ മതിൽ സൃഷ്ടിച്ചു പിണറായി, ഇത് നവോത്ഥാനത്തിന്റെ പേരിൽ. അത് ഒരു വിശ്വാസ സമൂഹത്തിന്റെ നേർക്കുള്ള ഒരു വെല്ലുവിളിയായി അത് വന്നതുകൊണ്ട് തന്നെ അന്ന് ഞങ്ങൾ കർശനമായി അതിൽ പങ്കെടുക്കല്ലെന്ന് നിലപാടെടുത്തവരാണ് ഞങ്ങളത്. പക്ഷെ ഇത് ഭരണഘടനയെ അട്ടിമറിക്കുന്നത് ഞങ്ങളും സമരം നടത്തുന്ന അതേ വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സമരം നടത്തിയപ്പോൾ അതിൽ പങ്കെടുക്കരുതെന്നുള്ള ഒരു നിർദ്ദേശവും ഞങ്ങൾ ഒരു UDF-ന്റെ ഒരു ഘടകകക്ഷികളും താഴോട്ട് കൊടുത്തിട്ടില്ല. സ്വാഭാവികമായി ആശങ്കയിലും ഭയത്തിലും കഴിയുന്ന ജനസമൂഹം അതിൽ പങ്കെടുക്കും എന്നുള്ളത് നമുക്കറിയാം. മനുഷ്യമഹാശൃംഖലയിൽ കൂടുതൽ UDF പ്രവർത്തകർ അണിനിരുന്നത് നേതൃത്വത്തിന് തലവേദനയാകുന്നു. ലീഗ് പ്രവർത്തകർ മാത്രമല്ല, പാർട്ടി വിലക്ക് മറികടന്ന് നിരവധി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും മനുഷ്യമഹാശൃംഖലയിൽ കണ്ണിയായി. അതേസമയം ലീഗ് നേതാവ് KM ബഷീറിനെതിരെയുള്ള പാർട്ടി നടപടിക്കെതിരെ പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. പൗരത്വ നിയമത്തിനെതിരെ LDF സംഘടിപ്പിച്ച മനുഷ്യമഹാശൃംഖലയിൽ പാർട്ടി വിലക്ക് മറികടന്നാണ് ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും അണിനിരുന്നത്. കോൺഗ്രസ് ബേപ്പൂർ മണ്ഡലം മുൻ പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറുമായിരുന്ന P. മാധവദാസ് പാർട്ടി വിലക്ക് മറികടന്ന് പ്രതിഷേധത്തിനെത്തി. ഫറൂഖ് ചെറുവണ്ണൂരിലാണ് മാധവദാസ് കണ്ണുചേർന്നത്. പാർട്ടി നോക്കിയല്ല, രാജ്യത്തിനു വേണ്ടിയാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായതെന്ന് മാധവദാസ് പറഞ്ഞു. കൂടുതൽ ലീഗ് പ്രവർത്തകർ ശൃംഖലയിൽ കണ്ണിയായതിന്റെ ചിത്രങ്ങളും പുറത്തുവന്നു. യൂത്ത് ലീഗ് കിഴക്കോത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഷ്റഫ് കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. മുസ്ലിം ലീഗ് കുറ്റ്യാടി മണ്ഡലം വൈസ് പ്രസിഡന്റ് മലയിൽ ഇബ്രാഹിം ഹാജി വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് കണ്ണുചേർന്നത്. അതേസമയം ശൃംഖലയിൽ പങ്കെടുത്തതിന് ലീഗ് നേതാവ് KM ബഷീറിനെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ അണികൾ കടുത്ത പ്രതിഷേധത്തിലാണ്. എത്ര പേർക്കെതിരെ ലീഗ് നേതൃത്വം നടപടിയെടുക്കുമെന്നാണ് പ്രവർത്തകരുടെ ചോദ്യം. യോജിച്ച സമരം വേണ്ടെന്ന UDF തീരുമാനം സ്വന്തം അണികൾ തന്നെ ചോദ്യം ചെയ്യുന്നത് UDF നേതൃത്വത്തെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. PV കുട്ടൻ, കോഴിക്കോട്. KPCCയുടെ പുതിയ വനിതാ ജനറൽ സെക്രട്ടറിക്കെതിരെ അഴിമതി ആരോപണം. കോട്ടയം നഗരസഭ അധ്യക്ഷ കൂടിയായ PR സോനയ്ക്കെതിരെയാണ് ആരോപണം. നഗരസഭയിലെ ഭരണകക്ഷിയിലെ അംഗങ്ങൾ തന്നെയാണ് ആരോപണം ഉന്നയിച്ചത്. കാഷ്വൽ ലേബർ നിയമനത്തിൽ അഴിമതി നടത്തുന്നു എന്നാണ് ആരോപണം. വിശദാംശങ്ങളുമായി കോട്ടയത്തു നിന്നും മനീഷ് മെഹിബാൾ ചേരുകയാണ്. മനീഷ്, എന്താണ് ഇവർക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾ? പ്രിയ, താൽക്കാലിക ശുചീകരണ തൊഴിലാളികളുടെ നിയമനത്തിൽ അഴിമതി നടത്തുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് ഇന്ന് നഗരസഭാ കൗൺസിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായത്. ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചത് ഭരണകക്ഷി നേതാക്കൾ തന്നെയാണ്. KPCCയുടെ പുതിയ വനിതാ ജനറൽ സെക്രട്ടറിയും കോട്ടയത്തെ നഗരസഭാ അധ്യക്ഷ കൂടിയ PR സോനയ്ക്കെതിരെയാണ് വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നിയമനം നടന്ന, അതായത് KPCCയുടെ പുതിയ വനിതാ ജനറൽ സെക്രട്ടറി ഏക വനിതയാണുള്ളത്. ആ ഏക വനിതയായിട്ടുള്ള PR സോനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണം നടത്തിയത് നഗരസഭയിലെ ഭരണകക്ഷിയിലെ അംഗങ്ങൾ തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അതുപോലെ തന്നെ താൽക്കാലിക ശുചീകരണ തൊഴിലാളികളുടെ 20 പേരുടെ ലിസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ കൗൺസിലിൽ വെച്ചത്. എന്നാൽ കഴിഞ്ഞ കൗൺസിലിൽ വെച്ച ആ ലിസ്റ്റ് നഗരസഭാ കൗൺസിൽ അംഗീകരിച്ചിരുന്നില്ല. അംഗീകരിക്കാത്ത ഒരു ലിസ്റ്റുമായി വീണ്ടും നഗരസഭാ അധ്യക്ഷയായിട്ടുള്ള PR സോന ഇന്ന് നഗരസഭാ യോഗത്തിലെത്തുകയായിരുന്നു. അത്തരത്തിൽ അങ്ങനെ യോഗത്തിലെത്തിയ സമയത്താണ് ഈ നഗരസഭാ കൗൺസിലിനെതിരെ വലിയ രീതിയിലുള്ള കൗൺസിൽ ചെയർപേഴ്സന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായത്. 20 പേരെയാണ് ഈ നിയമത്തിനായി എടുത്തിരുന്നത്. എന്നാൽ 20 പേരിൽ ഒരു വനിതയെ പോലും ഉൾപ്പെടുത്തിയിരുന്നില്ല. 41 പേർ പങ്കെടുത്ത കൗൺസിലിൽ 21 പേരാണ് വിയോജിപ്പ് അറിയിച്ചത്. 11 ഭരണകക്ഷി അംഗങ്ങൾ വിട്ടുനിന്ന ഈ ഒരു യോഗത്തിൽ ഉണ്ടായിട്ടുള്ള വിമർശനത്തെ ഒന്നും വകവെക്കാതെ വീണ്ടും വിവാദമായ നിയമനത്തോടെ PR സോന വൻ അഴിമതി നടത്തുകയായിരുന്നു. വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ നഗരസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സത്യ അന്വേഷണം പറയുന്നത്. പ്രിയ. ശരി മനീഷ്, KPCCയുടെ പുതിയ വനിതാ ജനറൽ സെക്രട്ടറിക്കെതിരെ അഴിമതി ആരോപണം വന്നിരിക്കുകയാണ്. കോട്ടയം നഗരസഭ അധ്യക്ഷ കൂടിയായ PR സോനയ്ക്കെതിരെയാണ് ആരോപണം വന്നിരിക്കുന്നത്.
രണ്ടു പ്രളയങ്ങളെ നേരിട്ട കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് പറഞ്ഞു. സഹായങ്ങൾ സ്വീകരിക്കുന്നത് തടസ്സപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ കടങ്ങൾ സ്വീകരിക്കുന്നതിനും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഈ പ്രതിസന്ധിയെ ജനങ്ങളുടെ പിന്തുണയോടെ കേരളം മറികടക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തുടർച്ചയായി 2 പ്രളയ ദുരന്തം നേരിട്ട സംസ്ഥാനമാണ് കേരളം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിട്ടും ജനങ്ങളുടെ ഒരുമയോടുള്ള പിന്തുണയോടെ ഇതിനെ കേരളം അതിജീവിക്കുകയാണ്. വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിയിട്ടില്ല. ക്ഷേമ പദ്ധതികളും ശമ്പളവും മുടക്കമില്ലാതെ നൽകുന്നു. എന്നാൽ ഇത്തരമൊരു ഘട്ടത്തിൽ കേരളത്തെ സഹായിക്കുന്നതിന് പകരം ശ്വാസം മുട്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് കേരള NGO യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രകൃതി ദുരന്തം നേരിടുന്ന സാഹചര്യങ്ങളിൽ കടമെടുക്കുന്നതിന് സാധാരണഗതിയിൽ സംസ്ഥാനങ്ങൾക്ക് ഇളവുകൾ നൽകും. മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകിയ സാമ്പത്തിക സഹായമോ കടമെടുപ്പിനുള്ള ഇളവുകളോ കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയില്ല. അതിനുള്ള കാരണം തേടി പാഴൂർപ്പടി വരെ പോകേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. NREG തൊഴിലാളികളുടെ കൂലി പോലും നൽകാതെ കേരളത്തിലെ ജനങ്ങളെ ദ്രോഹിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേരളത്തെ ശ്വാസം മുട്ടിക്കുക, ഇതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മളോട് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്, നിങ്ങൾ കളവില്ല, നിങ്ങൾക്ക് ആകെ എടുക്കാവുന്ന കടം നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്, അതിൽ തന്നെ നിൽക്കണം. പ്രതിസന്ധികൾക്കിടയിലും ശമ്പളവും ആനുകൂല്യങ്ങളും മുടങ്ങാതെ സർക്കാർ ജീവനക്കാർക്ക് നൽകുന്നുണ്ട്. ഇക്കാര്യം ജീവനക്കാർ ഓർമ്മിക്കണം. സർക്കാർ ഓഫീസുകളിൽ ഫയൽ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കണം. പൊതുവെ അഴിമതി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലരെങ്കിലും ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അഴിമതി വെച്ചു പൊറുപ്പിക്കില്ലെന്നും കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് E പ്രേംകുമാർ അധ്യക്ഷനായിരുന്നു. കുമ്പളയിലെ ജില്ലാ സഹകരണ ആശുപത്രി കെട്ടിടവും കാസർഗോഡ് AR ക്യാമ്പിൽ ജില്ലാ പോലീസ് സഹകരണ സംഘം കെട്ടിടവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കൈരളി ന്യൂസ്, കാസർഗോഡ്. NPR-ഉം NRC-യും CAA-യും ഒരു പാക്കേജായാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ജനാധിപത്യവും മതേതരത്വവും തകർത്ത് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. സെൻസസിനെത്തുന്നവർ NPR-മായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി നൽകരുത്. കാസർഗോഡ് രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു യെച്ചൂരി. ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കി രാജ്യത്തെ വിഭജിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ജനാധിപത്യവും മതേതരത്വവും തകർക്കുകയാണ്. NPR-ഉം NRC-യും CAA-യും ഒരു പാക്കേജായി നടപ്പിലാക്കി ഹിന്ദുരാഷ്ട്രമുണ്ടാക്കുകയാണ് ലക്ഷ്യമെന്ന് യെച്ചൂരി പറഞ്ഞു. When we say that it's a single package, CAA, NRC, NPR, so that their Hindutva Rashtra can be consolidated, a fascistic project. This fascistic project they want to bring in, they're replacing our existing secular democratic constitution. That is the entire objective. കേരളമടക്കം 13 സംസ്ഥാനങ്ങൾ NPR നടപ്പിലാക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൂരിഭാഗം ജനങ്ങളും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതോടെ രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള നീക്കത്തിനെതിരായ ശക്തമായ പ്രക്ഷോഭമായി അത് മാറും. സെൻസസിനെത്തുന്നവർ NPR-ുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചാൽ ജനങ്ങൾ മറുപടി നൽകരുത്. When the NPR enumerator comes to your house, do not answer NPR questions. രാജ്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തെ നയിച്ച് ഉത്തരവാദിത്തം നിറവേറ്റുന്ന കേരളം മനുഷ്യമഹാശൃംഖലയിലൂടെ ലോകത്ത് തന്നെ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണെന്നും യെച്ചൂരി പറഞ്ഞു. ചെറുവത്തൂരിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. തൈക്കടപ്പുറം ഓർച്ചയിൽ നീലേശ്വരം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി നിർമ്മിച്ച മുസാഫർ അഹമ്മദ് മന്ദിരം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. P കരുണാകരൻ, M രാജഗോപാലൻ, KP സതീശചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കാസർഗോഡ്. നയപ്രഖ്യാപനം സംബന്ധിച്ച വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള ആശങ്കയുമില്ലെന്ന് സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. ഗവർണർക്കെതിരായ പ്രതിപക്ഷ പ്രമേയം സ്വീകാര്യമാണ്. പ്രമേയത്തിന് തുടർ നടപടികൾ സഭാനാഥനായ മുഖ്യമന്ത്രിയുമായും കാര്യോപദേശക സമിതിയുമായും കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്ന് സ്പീക്കർ അറിയിച്ചു. കേരള നിയമസഭയുടെ 18ാം സമ്മേളനത്തിന് നാളെ തുടക്കം കുറിക്കാനിരിക്കെയാണ് ഗവർണർക്കെതിരെയുള്ള പ്രതിപക്ഷ പ്രമേയത്തെക്കുറിച്ച് സ്പീക്കർ വിശദീകരിച്ചത്. ചട്ടം 130 പ്രകാരം പ്രമേയം സ്വീകാര്യമാണെന്ന് സ്പീക്കർ വ്യക്തമാക്കി. മുൻകാല റൂളിംഗും കീഴ്വഴക്കവും പരിശോധിച്ചാണ് സ്പീക്കർ അഭിപ്രായം വ്യക്തമാക്കിയത്. സഭാനാഥൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യും. തുടർന്ന് കാര്യ ഉപദേശക സമിതിയുടെ ശുപാർശ പരിശോധിച്ചാകും തീരുമാനമെടുക്കുകയെന്നും സ്പീക്കർ വ്യക്തമാക്കി. അങ്ങനെ കാര്യോപദേശക സമിതി ചർച്ച ചെയ്തിട്ട് സർക്കാരിന്റെ നിലപാട് കൂടി മനസ്സിലാക്കി സഭാനാഥന്റെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം ഒരു തീരുമാനം. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്തുമോ എന്ന കാര്യത്തിൽ ആശങ്കയില്ല.
സർക്കാർ നയം സഭയെയും സമൂഹത്തെയും അറിയിക്കുക എന്ന ബാധ്യതയാണ് ഗവർണർക്കുള്ളത്. അത് സംഭവിക്കുമെന്നും സ്പീക്കർ പറഞ്ഞു. സംസ്ഥാനത്തിൻ്റെ നയം രൂപീകരിക്കേണ്ടതും നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിക്കേണ്ടതും ക്യാബിനറ്റാണ്. ക്യാബിനറ്റ് അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ നയം. ആ നയം സഭയെ അറിയിക്കുക, സമൂഹത്തെ അറിയിക്കുക എന്നുള്ള ബാധ്യതയാണ് ഗവർണർ നിർവഹിക്കുക. അതാണ് അദ്ദേഹം നിർവഹിക്കേണ്ടത്. അത് സംഭവിക്കും. ഭരണഘടനയുടെയും ജനാധിപത്യ സംവിധാനത്തിന്റെയും സഹജമായ ബോധ്യത്തിൽ നിന്നും ഒരാളും മാറി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും സ്പീക്കർ പറഞ്ഞു. സഭാ സമ്മേളനം 10 ദിവസമാകും നടക്കുക. ഫെബ്രുവരി 7-ന് ബഡ്ജറ്റ് അവതരിപ്പിക്കും. കടലാസ് രഹിത സഭാ സമ്മേളനത്തിനാകും നാളെ തുടക്കം കുറിക്കുക. നയപ്രഖ്യാപന പ്രസംഗവും ബഡ്ജറ്റ് പ്രസംഗവുമെല്ലാം ഡിജിറ്റൽ രൂപത്തിലായിരിക്കുമെന്നും സ്പീക്കർ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ദയാഹർജി തള്ളിയതിനെതിരെ നിർഭയ കേസ് പ്രതി മുകേഷ് കുമാർ സിംഗ് സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി നാളെ വിധി പറയും. ദയാഹർജിയിൽ രാഷ്ട്രപതി കൃത്യമായ പരിശോധന നടത്തിയില്ലെന്ന് മുകേഷ് കുമാറിന്റെ അഭിഭാഷക അഞ്ജന പ്രകാശ് ആരോപിച്ചു. ആഭ്യന്തര മന്ത്രാലയം രാഷ്ട്രപതിക്ക് മുന്നിൽ എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടില്ല. മുകേഷിന് ജയിലിൽ നിരന്തരം ലൈംഗിക പീഡനവും മർദ്ദനവും ഏറ്റെന്ന് അഭിഭാഷക പറഞ്ഞു. ഹർജിയെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത എതിർത്തു. എല്ലാ രേഖകളും രാഷ്ട്രപതിക്ക് നൽകിയിരുന്നുവെന്നും വധശിക്ഷ നീണ്ടുപോകുന്നത് മനുഷ്യത്വഹീനമായ നടപടിയാണെന്നും സോളിസിറ്റർ ജനറൽ പറഞ്ഞു. അതേസമയം രാഷ്ട്രപതിക്ക് നൽകിയ എല്ലാ ഫയലുകളും ഹാജരാക്കണമെന്ന് സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ അപ്പീൽ നിലനിൽക്കില്ലെന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. വിടുതൽ ഹർജി തള്ളിയ വിചാരണ കോടതി ഉത്തരവിനെതിരെ ദിലീപ് സമർപ്പിച്ച ഹർജിയുടെ സാധുത പരിശോധിക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. അപ്പീലിന്റെ സാധുതയിൽ വിശദമായ വാദം കേൾക്കണം. 8ാം പ്രതിയായ ദിലീപ് നിരന്തരം ഹർജികളുമായി കോടതികളിൽ എത്തുകയാണെന്നും കേസ് തുടങ്ങി ഇത് 30ാമത്തെ ഹർജിയാണെന്നും പ്രോസിക്യൂഷൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് അപ്പീലിന്റെ സാധുത സംബന്ധിച്ച് കൂടുതൽ വാദം കേൾക്കുന്നതിനായി ഹർജി പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റുകയായിരുന്നു. ശബരിമല അടക്കമുള്ള വിവിധ മതാചാരങ്ങളിലെ ലിംഗവിവേചനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ വാദം പൂർത്തിയാക്കാൻ 10 ദിവസം മാത്രമെന്ന് സുപ്രീംകോടതി. കൂടുതൽ സമയം അനുവദിക്കാൻ ആകില്ലെന്ന് ചീഫ് ജസ്റ്റിസ്. പരിഗണനാ വിഷയങ്ങളിൽ അഭിഭാഷകർക്കിടയിൽ ധാരണ ആയില്ലെന്ന് സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. ഇതോടെ കോടതി തന്നെ പരിഗണനാ വിഷയങ്ങൾക്ക് അന്തിമ രൂപം തയ്യാറാക്കേണ്ടി വരും. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ജനുവരി 17 ചേർന്ന അഭിഭാഷകരുടെ യോഗത്തിൽ ചുരുങ്ങിയത് 20 ദിവസത്തെ വാദം വേണം എന്നായിരുന്നു ധാരണ. എന്നാൽ അത്ര വിശദമായ വാദത്തിലേക്ക് പോകില്ല എന്ന നിലപാടിലാണ് സുപ്രീംകോടതി. വിഷയം സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ചീഫ് ജസ്റ്റിസ് കോടതിയിൽ ഉന്നയിച്ചപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് എസ്.എ. ബോബ്ഡെ നിലപാട് വ്യക്തമാക്കിയത്. 9-അംഗ ഭരണഘടനാ ബെഞ്ച് 10 ദിവസമേ വാദം കേൾക്കൂ. വാദത്തിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ടാലും അത് അനുവദിക്കാൻ കഴിയില്ലെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. വിവിധ മതവിഭാഗങ്ങളിലെ വിഷയങ്ങൾ വരുന്നതിനാൽ തന്നെ 10 ദിവസം കൊണ്ട് വാദം പൂർത്തിയാക്കുക ശ്രമകരമാണ് എന്നാണ് അഭിഭാഷകരുടെ അഭിപ്രായം. കാശ്മീർ പൗരത്വ നിയമ ഭേദഗതി വിഷയങ്ങൾക്ക് മുമ്പേ ശബരിമല വിഷയത്തിൽ തീർപ്പ് ഉണ്ടാകുമെന്ന സൂചനയും സുപ്രീംകോടതി നൽകിയിട്ടുണ്ട്. അതേസമയം 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് പരിഗണനാ വിഷയങ്ങൾ തയ്യാറാക്കി നൽകുന്നതിൽ അഭിഭാഷകർക്കിടയിൽ ധാരണ ആയില്ല. ഇക്കാര്യം സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. വിവിധ അഭിഭാഷകർ തയ്യാറാക്കിയ പരിഗണനാ വിഷയങ്ങൾ സംബന്ധിച്ച നിർദ്ദേശം അടങ്ങിയ പട്ടിക കോടതിക്ക് കൈമാറി. അഭിഭാഷകർ തയ്യാറാക്കിയ പരിഗണനാ വിഷയങ്ങൾ പരിശോധിച്ച് കോടതി തീരുമാനമെടുക്കണം എന്നും സോളിസിറ്റർ ജനറൽ കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ കോടതി നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അഭിഭാഷകർക്കിടയിൽ അഭിപ്രായ സമവായം ഇല്ലാത്ത സാഹചര്യത്തിൽ പരിഗണനാ വിഷയങ്ങൾ തയ്യാറാക്കുന്നതിന്റെ പൂർണ്ണമായ ബാധ്യത സുപ്രീംകോടതിക്ക് തന്നെയാണ്. കൈരളി ന്യൂസ്, ദില്ലി. അനുരാഗ് ഠാക്കൂറിന്റെ കൊല്ലവിളി പ്രസംഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടി. രാജ്യത്തെ നുഴഞ്ഞുകയറ്റക്കാരെ വെടിവെച്ച് കൊല്ലും എന്നായിരുന്നു താക്കൂറിന്റെ പ്രസംഗം. ബിജെപി പ്രവർത്തകരെ കൊണ്ട് അനുരാഗ് ഠാക്കൂർ കൊലവിളി മുദ്രാവാക്യം ഏറ്റുവിളിപ്പിക്കുകയും ചെയ്തു. അതിനിടയിൽ ഷഹീൻ ബഗിലെ സമരക്കാരെ അധിക്ഷേപിച്ച് ബിജെപി MP പർവേഷ് വർമ്മയും രംഗത്തെത്തി. സമരക്കാർ വീടുകളിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കുന്ന ദിവസം വരുമെന്നാണ് പർവേഷ് വർമ്മയുടെ പ്രസ്താവന. पीछे तक आवाज आनी चाहिए, गिरिराज जी को सुनाई दे। देश के गद्दारों को രാജ്യത്തെ നുഴഞ്ഞുകയറ്റക്കാരെ വെടിവെച്ച് കൊല്ലാനാണ് കേന്ദ്രമന്ത്രിയായ അനുരാഗ് താക്കൂർ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ ആഹ്വാനം ചെയ്തത്. പ്രവർത്തകരെ കൊണ്ട് അനുരാഗ് താക്കൂർ മുദ്രാവാക്യം ഏറ്റുവിളിപ്പിക്കുകയും ചെയ്തു. അമിത്ഷായും ഗിരിരാജ് സിംഗും യോഗത്തിൽ പങ്കെടുത്തു. മുദ്രാവാക്യം വിവാദമായതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ടു. റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ച ശേഷം ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അതേസമയം രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒന്നും പറയാനില്ലാത്തതാണ് ഇത്തരം പരാമർശങ്ങൾ പറയേണ്ടി വരുന്നതെന്ന് ആം ആദ്മി വിമർശിച്ചു. അതിനിടയിൽ ഷഹീൻ ബാഗിലെ സമരക്കാരെ അധിക്ഷേപിച്ച് BJP MP പർവേഷ് വർമ്മ രംഗത്തെത്തി.
ഷഹീൻബാഗിലെ സമരക്കാർ വീടുകളിൽ അതിക്രമിച്ചു കയറുന്ന ഒരു ദിവസം വരും, അവർ നിങ്ങളെ പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യും എന്നാണ് പാർവേഷ് വർമ്മയുടെ പ്രസ്താവന. आज वो आग दिल्ली के कोने में लग गई है, वहां पे लाखों लोग इकट्ठे हो जाते हैं और वो आग कभी भी दिल्ली के घरों तक पहुंच सकती है, हमारे घर में पहुंच सकती है. ये दिल्ली वालों को सोच समझ के फैसला लेना पड़ेगा. ये लोग आपके घरों में घुसेंगे, आपकी बहन बेटियों को उठाएंगे, उनको रेप करेंगे, उनको मारेंगे. ഷഹീൻബാഗിനെതിരെ ബിജെപിയുടെ ആക്രമണം ഇതാദ്യമല്ല. ബിജെപി അധികാരത്തിലെത്തിയാൽ ഷഹീൻബാഗ് അവിടെ കാണില്ലെന്നാണ് അമിത്ഷാ നേരത്തെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിച്ചത്. കൈരളി ന്യൂസ്, ദില്ലി. കൊറോണ വൈറസ് ബാധയ്ക്കെതിരായ സംസ്ഥാനത്തിന്റെ മുൻകരുതൽ നടപടികളിൽ കേന്ദ്ര സംഘം തൃപ്തി രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും സംഘം വ്യക്തമാക്കി. പരിശോധനാ ഫലങ്ങൾ എല്ലാം നെഗറ്റീവാണെന്നും ചൈനയിൽ നിന്നെത്തുന്നവർ ജാഗ്രത പുലർത്തണമെന്നും കേന്ദ്ര സംഘം ആവശ്യപ്പെട്ടു. ചൈനയിൽ കൊറോണ വൈറസ് ബാധ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ മുൻകരുതൽ നടപടികളും ക്രമീകരണങ്ങളും വിലയിരുത്താൻ കേന്ദ്ര സംഘം തിരുവനന്തപുരത്തെത്തിയത്. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയ കേന്ദ്ര സംഘം സംസ്ഥാനത്തിന്റെ നടപടികളിൽ തൃപ്തി രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് ഡോക്ടർ ഷൌക്കത്ത് അലി പറഞ്ഞു. ഒരു ഇഷ്യൂ ഇല്ല, എല്ലാം പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്. ഫർദർ വേണ്ടത് ചെയ്യാനുള്ളതും കൂടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആസ് വെൽ ആസ് സെൻട്രൽ ഗവൺമെന്റ് ഈസ് ടേക്കിംഗ് കെയർ ഓഫ്. പിന്നെ ഇവിടെ വരുന്നവർ അവരുടെ മൂവ്മെന്റ്സ് റെസ്ട്രിക്ട് ചെയ്യണം അറ്റ്ലീസ്റ്റ് ഫോർ 28 days. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾ ദ റിസൾട്ട് വിച്ച് ഹാസ് കം ഈസ് നെഗറ്റീവ്. നോ കേസ് റിപ്പോർട്ടഡ് ഇൻ ഇന്ത്യ. ദൈനംദിനമായി സ്ഥിതിഗതികൾ കേന്ദ്ര സംഘം വിലയിരുത്തും. അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആവശ്യമായ നിർദ്ദേശവും സഹായവും നൽകും. ഇന്ത്യയിൽ ആർക്കും കൊറോണ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സംഘം വ്യക്തമാക്കി. ഡോക്ടർമാരായ പുഷ്പേന്ദ്രകുമാർ വർമ്മ, രമേശ് ചന്ദ്ര മീണ എന്നിവർ കൂടി ഉൾപ്പെടുന്ന സംഘം കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തിയും സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ചൈനയിലെ രോഗബാധിത പ്രദേശത്ത് നിന്നും കേരളത്തിലെത്തിയ 436 പേരിൽ 431 പേർ അവരുടെ വീടുകളിലും 5 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. എന്നാൽ ആരുടെയും ആരോഗ്യസ്ഥിതി ആശങ്കാവഹമല്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കൊറോണ വൈറസിന്റെ പ്രഭവ കേന്ദ്രമായ ചൈനയിലെ വുഹാനയിൽ 32 മലയാളികൾ ഉൾപ്പെടെ 63 ഇന്ത്യൻ വിദ്യാർത്ഥികളുള്ളതായി രക്ഷിതാക്കൾ. അവരുടെ സുരക്ഷയിൽ ആശങ്കയുള്ളതായും എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നു. കൊറോണ വൈറസ് ചൈനയിൽ എന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ മലയാളികളെയും വലിയ തോതിലാണ് ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത്. ഇതിന് വലിയൊരു കാരണം ഈ വുഹാന പ്രവിശ്യയിൽ അവിടെ അധികമായി പഠിക്കുന്നത് മലയാളി വിദ്യാർത്ഥികൾ തന്നെയാണ് എന്നുള്ളതാണ്. അവരുടെ രക്ഷിതാക്കളാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. എവിടെയാണ് മകൾ പഠിക്കുന്നത്? എന്താണ് അവിടെ നിന്നും അറിയാൻ സാധിക്കുന്നത്? എൻ്റെ മകൾ പഠിക്കുന്നത് വുഹാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 4th ഇയർ MBBS വിദ്യാർത്ഥിനിയാണ്. അവർ അവിടെ റൂമിൽ സുരക്ഷിതർ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ പാരൻസിന് ശരിക്കും ഒരുപാട് ആശങ്കകളുണ്ട്. കാരണമെന്ന് പറയുന്നത് ഇവർ താമസിക്കുന്ന ഹോസ്റ്റലിന് പുറകു വശത്തായിട്ടാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രമായ ഈ മാർക്കറ്റ്. ഇവർക്ക് ഹോസ്റ്റലിൽ നിന്നാൽ കാണാൻ കഴിയുന്ന ദൂരത്തിലാണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. അതുമാത്രമല്ല, ആയിരക്കണക്കിന് രോഗികളുള്ള ഈ അവിടുത്തെ വുഹാനിലെ ആശുപത്രി എന്ന് പറയുന്നത് ഇവരുടെ ക്യാമ്പസിനുള്ളിലാണ്. അതും അവർക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന ദൂരത്തിലുള്ളതാണ്. അതുകൊണ്ട് ശരിക്കും കുട്ടികൾ ആശങ്കയിലാണ്. കുട്ടികൾക്ക് എത്രയും നാട്ടിൽ വരണമെന്നുള്ളതാണ് ആഗ്രഹം. പാരൻസ് എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഉറങ്ങിയ ദിവസങ്ങൾ ഞങ്ങൾ മറന്നു. കുറേ ദിവസമാണ് ഞങ്ങൾക്ക് ഉറക്കമില്ല. എത്രയും പെട്ടെന്ന് നാട്ടിലോട്ട് കൊണ്ടുവരണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. എങ്ങനെയാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന ഒരു റെസ്പോൺസ്? എങ്ങനെയാണ്? നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവിടെ നിന്ന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ നോർക്കയുമായിട്ട് ബന്ധപ്പെട്ടു. നോർക്കയിൽ CEO നേരിട്ട് എൻ്റെ മകളുമായിട്ടൊക്കെ സംസാരിച്ചു. അവിടെ നിന്ന് നല്ല സഹകരണം തന്നെയാണ് കിട്ടുന്നത്. അത് മാത്രമല്ല, ഞങ്ങളെല്ലാ രാഷ്ട്രീയക്കാരെയും ഞങ്ങൾ മുട്ടാവുന്ന വാതിലുകളെല്ലാം മുട്ടിയിട്ടുണ്ട്. ശശി തരൂർ സാറിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ടത് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യമാണ്. ഉമ്മൻചാണ്ടി സാർ വളരെ ആക്റ്റീവായിട്ട് എല്ലാ സ്ഥലങ്ങളിലും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഉമ്മൻചാണ്ടി സാർ എന്നെ രാവിലെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു. അത് ഇന്നൊരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടായിരിക്കാം എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. അദ്ദേഹം വിചാരിച്ചു ഞങ്ങളുടെ മകളും ആ ഫ്ലൈറ്റിൽ എന്നുള്ള പ്രതീക്ഷയിലാണ് വിളിച്ചത്. പക്ഷേ ആ ഫ്ലൈറ്റിൽ ഞങ്ങളെ കുട്ടികൾ വരുന്നില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് ഇപ്പോൾ അതിന് കാരണം പറയുന്നത്, ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് ഒഫീഷ്യൽസിനെയാണ് അവരങ്ങോട്ട് കൊണ്ടുപോകുന്നത് ചൈന ഗവൺമെൻറ്റുമായിട്ട് സംസാരിക്കുന്നതിന്.
അതിന് ഇവർക്ക് ചൈന ഗവൺമെൻറ്റിൻ്റെ ചില അവരുടെ അംഗീകാരം കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ഈ ഒഫീഷ്യൽ പോയി സംസാരിച്ച് ആ അംഗീകാരങ്ങൾ നേടിയിട്ട് അതിൽ കുറച്ച് ഇന്ത്യൻ ഒഫീഷ്യൽസ് അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട്. അവരാണ് ഈ ഫ്ലൈറ്റിൽ കൊണ്ടുവരുന്നതെന്ന് പറയുന്നത്. അത് ഇനി ഉദ്ദേശിക്കുന്നത് ഈ കുട്ടികളെ രക്തപരിശോധന വരെ നടത്തിയിട്ട് അതിൽ വൈറസ് ബാധിച്ചിട്ടില്ല എന്ന് അറിയുകയാണെങ്കിൽ വൈറസ് ബാധിച്ചിട്ടില്ലാത്ത കുട്ടികളെ മാത്രം ഇനി ഫ്ലൈറ്റിൽ കൊണ്ടുവരും. ബാക്കിയുള്ള കുട്ടികളെ അവിടെ ഐസൊലേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതാണ് ഞങ്ങൾക്ക് ഭീതി. കാരണം വേറൊരു രാജ്യത്തിൽ ഞങ്ങളുമായിട്ട് കാണാൻ പോലും പറ്റിയില്ല. ഇനി അതടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഞങ്ങൾക്കറിയില്ല. ശരിക്കും ഭയമുണ്ട്. അപ്പോൾ ഇവർക്ക് അഥവാ വൈറസ് ബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ പോലും നാട്ടിൽ കൊണ്ടുവന്ന് ചികിത്സിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ആരാണ്? മകളാണോ മകനാണോ? മകനാണ്. രാവിലെ വിളിച്ചായിരുന്നു. അവിടുത്തെ ഒരു കണ്ടീഷൻ എങ്ങനെയാണ്? അവർ സേഫ് ആണോ? നിലവിലുള്ളത് സേഫ് ആണെന്ന് പറയുന്നു. പക്ഷെ നമുക്കുള്ള ആശങ്കയാണ് നമ്മൾ പറയുന്നത്. അവർ സേഫ് ആണെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലല്ലേ, നമുക്കറിയാൻ പറ്റുന്നില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് കുട്ടികളെ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. കാരണം നിങ്ങളുടെ 2 മക്കളും അവിടെ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിലൊരാൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പം ഒരാളുടെ കാര്യത്തിലാണ് ഈ ഒരു ആശങ്ക. ഇപ്പോൾ മകനെ വിളിക്കുമ്പോൾ എന്താണ് പറയുന്നത്? അവിടെ എല്ലാ അവർക്ക് ഭക്ഷണം അതോടൊപ്പം തന്നെ മെഡിസിനൊക്കെ എത്തുന്നുണ്ടോ? ഭക്ഷണം ഒരു മാസത്തേക്കുള്ളത് അവർ കരുതിയിട്ടുണ്ടായിരുന്നു നേരത്തെ, വെക്കേഷൻ ആയതുകൊണ്ട്. ഇപ്പോൾ അത് അവർക്ക് അത്യാവശ്യം ഉണ്ട്. പിന്നെ ഇന്നലെ കുറച്ച് കൊണ്ടുവന്ന് കൊടുത്തു എന്നൊക്കെ അവർ കെയർ ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റി അവരെ കെയർ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ അവർക്ക് മറ്റ് ബുദ്ധിമുട്ടില്ല എന്നാണ് പറയുന്നതെങ്കിലും റൂമിലൊക്കെ ഹീറ്ററൊക്കെ ഓണാക്കി ഇട്ടിട്ട് അവരെ എപ്പോഴും അവരുടെ നിരീക്ഷണത്തിലാണ്. എങ്കിലും ഞങ്ങൾക്കതൊരു സ്വസ്ഥത കിട്ടുന്നില്ല. ഞങ്ങൾക്ക് കുട്ടികൾ നാട്ടിൽ വരണം. ഇനിയിപ്പം എത്രയാണെന്ന് പറഞ്ഞാലും ഒരു വൈറസ് ബാധയല്ലേ, അത് എപ്പോഴാണ് എന്താണെന്ന് അറിയത്തില്ലല്ലോ. കുട്ടികൾ ഭയന്നിരിക്കുമ്പോൾ തന്നെ അവരുടെ ബോഡി വീക്കൊക്കെ ആയാൽ പെട്ടെന്നത് ബാധിക്കല്ലേ അവർക്ക്. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കുറച്ച് ചിന്തകൾ വിഷമകരമായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാവരും കൂടെ സഹകരിച്ച് ഞങ്ങളുടെ കൈകളിൽ എത്തിച്ച് തരണമെന്ന് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഇവരുടെ മകൻ, അതായത് മഹേന്ദ്രനും ഇവിടെ വുഹാനയിൽ നിന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ വുഹാനയിലെ ഒരു സ്ഥിതി എന്താണ് എന്നുള്ളത് കൂടി മഹേന്ദ്രനോട് ചോദിക്കാം. എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം? എങ്ങനെയാണ് ഇപ്പോൾ? അവിടെ എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. ബ്രദറായാലും ബ്രദറിൻ്റെ ഫ്രണ്ട്സാണ് എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. പിന്നെ അവർ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്ന ഒരു പ്രതീക്ഷ അവർക്ക് ഇപ്പോഴും ഉണ്ട്. അവർ ഇപ്പോൾ വിളിച്ചപ്പോഴും 4 ദിവസം താമസിച്ചെടുക്കും, 5 ദിവസം താമസിച്ചെടുക്കും എന്നാണ് പറയണേ. എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ് മെയിനായിട്ട്. അവരവിടെ സേഫ് ആണ് എന്നാണോ ബ്രദറിനോട് സംസാരിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത്? സേഫ് ആണെന്നാണ് ബ്രദർ പറയണത്. പക്ഷേ 100% സേഫ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അവർ ഈ പ്രിവെന്റീവ് മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടോ? വാക്സിനേഷൻ എന്തില്ലായിരുന്നു. തീർച്ചയായും ഈ രീതിയിൽ തന്നെയാണ് അവരവിടെ വിദ്യാർത്ഥികൾ, മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ വുഹാന പ്രവിശ്യയിൽ അവർ സുരക്ഷിതരാണ് എന്നാണ് എല്ലാവരെയും അവരുടെ രക്ഷിതാക്കളെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ എന്നാലും അവിടെ കൂടുതൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ ഒരു ആശങ്കയിൽ തന്നെയാണ് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി തങ്ങളുടെ മക്കളെ ഇവിടെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഇവർ ഒന്നടങ്കം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നതും. അതിനുവേണ്ടിയുള്ള അടിയന്തര നടപടി കൈക്കൊള്ളണം എന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതേസമയം കൊറോണ വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിരീക്ഷണം ശക്തമാക്കി. കൊൽക്കത്തയിലെ ആശുപത്രിയിൽ തായ് സ്വദേശിനി മരിച്ചത് കൊറോണ മൂലമെന്ന സംശയം. ദില്ലിയിൽ 3 പേർ നിരീക്ഷണത്തിൽ. കൊറോണ സംശയത്തെ തുടർന്ന് ഒരാളെ ചണ്ഡീഗഡിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ മ്യാൻമർ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ പരിശോധന ആരംഭിച്ചു. ചൈനയിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ അടിയന്തരമായി നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ MP AM ആരിഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി S ജയശങ്കറിനും കത്ത് നൽകി. വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. മുംബൈ, പൂനെ, ദില്ലി, ഹൈദരാബാദ് എന്നിവിടങ്ങളിലായി 11 പേർ നിരീക്ഷണത്തിലാണ്. ഇവരുടെ രക്തസാമ്പിളുകൾ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. ദില്ലിയിലെ RML ആശുപത്രിയിലാണ് 3 പേർ നിരീക്ഷണത്തിലുള്ളത്. പഞ്ചാബ്, ഹരിയാന മേഖലയിൽ കൊറോണ വൈറസ് ബാധയെന്ന സംശയത്തെ തുടർന്ന് ഒരാളെ ചണ്ഡീഗഡിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനിടയിൽ മ്യാൻമാറിലെ ആരോഗ്യ സംഘം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ പരിശോധന ആരംഭിച്ചു. രോഗലക്ഷണങ്ങളോടെ കൊൽക്കത്തയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തായ് സ്വദേശിനി ഇന്ന് രാവിലെ മരിച്ചു. വൈറസ് ബാധ മൂലമാണ് മരണം സംഭവിച്ചതെന്നാണ് സംശയം. ചൈനയിൽ കുടുങ്ങിയ മലയാളി വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു. സുരക്ഷയും ഭക്ഷണവും ഒരുക്കും. യാത്രാരേഖകൾ നഷ്ടപ്പെട്ടവർക്ക് പുതിയ രേഖകൾ നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി A സമ്പത്ത് പറഞ്ഞു. ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും അതിന് ഉണ്ടോ എന്നുള്ളത് ചില രക്ഷകർത്താക്കൾ ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി. ഇന്ത്യൻ എംബസി, ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രാലയം
മുഖാന്തരം നമ്മെ അറിയിച്ചിട്ടുള്ളത് അവർക്ക് അത്യാവശ്യം വേണ്ടുന്നതായിട്ടുള്ള ഭക്ഷണ സാമഗ്രികളും മറ്റു കാര്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ്. ചൈനയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം വിദേശകാര്യ മന്ത്രാലയം തുടരുകയാണ്. ചൈനീസ് അധികൃതരുമായി ആശയവിനിമയം നടത്തി ഇവരെ നാട്ടിലേക്കെത്തിക്കാൻ എയർ ഇന്ത്യയുടെ ബോയിങ് 737 വിഭാഗത്തിൽപ്പെട്ട വിമാനം മുംബൈയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ചൈനയിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ അടിയന്തരമായി നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ MP AM ആരിഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി S ജയശങ്കറിനും കത്ത് നൽകി. കൈരളി ന്യൂസ്, ദില്ലി. നടി ജമീല മാലിക് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. തിരുവനന്തപുരം പാലോട് പൂന്തുറയിലെ ബന്ധുവീട്ടിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. പഴയകാല അഭിനേത്രിയും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠനം പൂർത്തിയാക്കിയ ആദ്യ മലയാളി വനിതയുമായ ജമീല മാലിക് അന്തരിച്ചു. മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയ ശേഷം കൊല്ലത്തേക്ക് കൊണ്ടുപോകും. കൊല്ലം ജുമാ മസ്ജിദിൽ വച്ചാണ് കബറടക്കം. 1973 പുറത്തിറങ്ങിയ റാഗിങ്ങിലൂടെയാണ് ജമീല വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് പ്രേം നസീറിന്റെയും അടൂർ ബാസിയുടെയും ഒപ്പം അഭിനയിച്ചു. അതിശയരാഗം, ലക്ഷ്മി തുടങ്ങിയ സിനിമകളിലൂടെ ജമീല തമിഴകത്തും കഴിവ് തെളിയിച്ചു. ദൂരദർശന്റെ സാഗരിക, കയർ, മനുഷ്യബന്ധങ്ങൾ തുടങ്ങിയ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. ആകാശവാണിക്കു വേണ്ടി നിരവധി നാടകങ്ങളും രചിച്ചു. 1983 വിവാഹിതയായെങ്കിലും ഒരു വർഷത്തിനു ശേഷം ബന്ധം വേർപിരിഞ്ഞു. അൻസർ മാലിക്കാണ് മകൻ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കേരള മാക്സിവ ഫിൻഫെസ്റ്റ് ഓഹരി ഉടമകളുടെ ഒത്തുചേരൽ സംഗമം തിരുവനന്തപുരത്ത് നടന്നു. 21ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഒത്തുചേരൽ സംഘടിപ്പിച്ചത്. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി PH കുര്യൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. കർണാടക മുൻ ചീഫ് സെക്രട്ടറിയും മന്ത്രിയുമായിരുന്ന ഡോക്ടർ J അലക്സാണ്ടർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥലപരിമിതി മൂലം കാർഷിക സംരംഭങ്ങൾക്ക് തുടങ്ങാനാവാതെ വിഷമിക്കുന്നവർക്ക് മാതൃകയാവുകയാണ് കോട്ടയം SH മൗണ്ടിന് സമീപം നട്ടാശ്ശേരി ഇളംകുളത്തുമാടിയിൽ ശ്രീരേഖ ഗോപകുമാർ. വീടിനും മീനച്ചിലാറിനും ഇടയിലുള്ള 3 സെന്റ് സ്ഥലത്തെ 2 കൂടുകളിലായി ആടുകളുടെ ഉൽപാദനത്തിലൂടെ വരുമാനം കണ്ടെത്താൻ ഈ വീട്ടമ്മയ്ക്ക് കഴിയുന്നു. അറബിക്കടലിലേക്ക് ഒഴുകുന്ന മീനച്ചിലാർ, ആറ്റുതീരത്തെ ഒരു വീട്ടുമുറ്റത്ത് ആടുകൾ മേയുന്ന കാഴ്ച. മറുകരയിൽ നിന്നും പുല്ല് ചെത്തി ഇക്കരയെത്തുന്ന അമ്മയുടെയും മകളുടെയും തോണിക്കാഴ്ച മീനച്ചിലാറിന് പുതുമയല്ല. വീടിനും മീനച്ചിലാറിനും ഇടയിലുള്ള 3 സെന്റ് സ്ഥലത്തെ 2 കൂടുകളിലായി സങ്കരയിനം ആടുകളുടെ ഉൽപാദനത്തിലൂടെ വരുമാനം കണ്ടെത്തുന്ന വീട്ടമ്മയാണ് ശ്രീലേഖ. ബീറ്റൽ, ജമുന പ്യാരി ഇനങ്ങളും മലബാറിയും തമ്മിലുള്ള സങ്കര പ്രജനനത്തിലൂടെ വളർച്ചാ നിരക്ക് കൂടുതലുള്ള ആട്ടിൻകുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാമെന്ന സാധ്യതയാണ് ശ്രീലേഖ പ്രയോജനപ്പെടുത്തുന്നത്. 7 വർഷങ്ങൾക്ക് മുമ്പ് ജ്യേഷ്ഠൻ ശ്രീകാന്ത് കൗതുകത്തിനായി കുമളിയിൽ നിന്ന് വാങ്ങിയ 2 ആടുകളെ ശ്രീലേഖയ്ക്ക് സമ്മാനിച്ചതോടെയാണ് ആടുവളർത്തലിന് തുടക്കമാകുന്നത്. ഇപ്പോൾ സ്ഥിരമായി 4 വലിയ മുട്ടനാടുകളും 8 പെണ്ണാടുകളും അവയുടെ ആട്ടിൻകുട്ടികളുമാണ് ഉള്ളത്. എല്ലാം ശ്രീലേഖയുടെ ഫാമിൽ തന്നെ ജനിച്ചു വളർന്നവ. 3 മാസം വളർച്ചയെത്തിയ ആട്ടിൻകുട്ടികളെ വിറ്റൊഴിവാക്കുമെന്നതിനാൽ അവയുടെ എണ്ണം സ്ഥിരമായിരിക്കില്ല. പാല് കറന്നെടുക്കാതെ ആട്ടിൻകുട്ടികൾക്ക് തന്നെ കുടിക്കാൻ കൊടുക്കാറാണ് പതിവ്. ഇടയ്ക്ക് പാല് കെട്ടി നിൽക്കുമ്പോൾ കറന്നു മാറ്റിയെടുക്കുമെന്ന് മാത്രം. തീറ്റയായി ഗോതമ്പുമയും പെല്ലറ്റ് കാലത്തീറ്റയും നൽകും. ആട്ടിറമ്പിലെ പുല്ല് ചെത്തി നൽകുന്നതും പ്ലാവില വെട്ടി നൽകുന്നതുമാണ് ആടുകളുടെ പ്രധാന ആഹാരം. വീടുകളിൽ വളർത്തുന്ന ആടുകൾക്ക് എപ്പോഴും ഡിമാൻഡ് കൂടുതലാണ്. കാരണം അവർക്ക് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഭക്ഷണക്രമത്തിൽ യാതൊരു മാറ്റവും വരുത്തേണ്ട കാര്യമില്ല. പിന്നെ അസുഖങ്ങൾ കുറവായിരിക്കും. നിങ്ങൾ സാമാന്യ രീതിയിലുള്ള ഭക്ഷണക്രമവും നമ്മുടെ ആ പരിചരണവും ഇതെല്ലാം ആകുമ്പോൾ ഏത് കാലാവസ്ഥയിലും പൊരുത്തപ്പെട്ടു പോകും. ഇതിൽ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ സെലക്ട് ചെയ്യുന്ന മെയിൽ ആട് അത് ഒരു നല്ല ബ്രീഡായിരിക്കണം. ആ ആടും പിന്നെ നല്ല ആരോഗ്യമുള്ള പെണ്ണാടുകളും ആണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള ആടുകൾക്കാണെങ്കിൽ ഒരു പ്രസവത്തിൽ 2-3 കുട്ടികൾ വെച്ച് കാണുകയും ചെയ്യും. വളർത്താനായി വിൽക്കുമ്പോൾ ആട്ടിൻകുട്ടികൾക്ക് ആൺ പെൺ ഭേദമില്ലാതെ 3500 മുതൽ 4000 രൂപ വരെ വില കിട്ടാറുണ്ട്. ആട്ടിൻകുട്ടികളെ തൂക്കം പരിഗണിക്കാതെ ഉദ്ദേശ വില പറഞ്ഞു വിൽക്കുന്ന രീതിയാണ് ശ്രീലേഖയ്ക്കുള്ളത്. ആടിന്റെ പ്രജനനത്തിനൊപ്പം 30ഓളം പോരുകോഴികളെയും നാടൻ കോഴികളെയും മുട്ടയ്ക്കായി വളർത്തുന്നുണ്ട്. ശ്രീലേഖയ്ക്കൊപ്പം മകൾ അനഘയും ആടുകളെ പരിപാലിക്കും. അനഘയ്ക്ക് അവർ കളിക്കൂട്ടുകാരാണ്. എപ്പോഴാണ് കൊച്ചിന് പാല് കൊടുക്കുന്നത്? കുറെ കുട്ടികളുണ്ടാകുമ്പോ ഒരെണ്ണത്തിനൊക്കെ പാലിന് കുറവ് വരുമല്ലോ, അപ്പൊ കൊടുക്കും. എങ്ങനെ കൊടുക്കും? കുപ്പിപ്പാലിന്. അമ്മിണിയും വാസന്തിയും ഗോപാലനും അങ്ങനെ ഓരോ ആടുകൾക്കും ഓരോ പേരുകളുമുണ്ട്. ആട്
കേവലം ഉപജീവന മാർഗത്തിനപ്പുറം ഇവരുടെ ജീവിതത്തിന്റെയും ഭാഗമാണ്. ക്യാമറമാൻ സാംജിത്താർ പുക്കരയ്ക്കൊപ്പം മനീഷ് മഹിപാൽ, കൈരളി ന്യൂസ്, കോട്ടയം. അതിജീവനത്തിന്റെ പാതയിലാണ് ഇന്ന് ശർക്കര വിപണി. പ്രളയം തകർത്തെറിഞ്ഞ കരിമ്പിൻ തോട്ടങ്ങളിൽ നിന്ന് പ്രതീക്ഷകളുമായി ശർക്കര വിപണി വീണ്ടും സജീവമാവുകയാണ്. വർഷത്തിൽ ലഭിക്കുന്ന 3 മാസ കാലയളവിനിടെ വിപണിയിൽ നിന്ന് മികച്ച നേട്ടം ലഭിക്കുമെന്നാണ് ശർക്കര വ്യാപാരികളുടെ പ്രതീക്ഷ. സംസ്ഥാനത്തെ പ്രളയം തകർത്തെറിഞ്ഞപ്പോൾ വൻനാശത്തിലേക്ക് കൂപ്പുകുത്തിയ കരിമ്പിൻ തോട്ടങ്ങൾ വീണ്ടും സജീവമായതോടെ ഇന്ന് അതിജീവനത്തിന്റെ പാതയിലേക്ക് എത്തുകയാണ് ശർക്കര വിപണി. മറയൂർ ശർക്കരയ്ക്ക് പിന്നാലെ പേരുകേട്ട പത്തനംതിട്ട, ചെങ്ങന്നൂർ മേഖലകളിലെ ശർക്കര വിപണിയാണ് പ്രളയം മൂലം ഏറ്റവും പ്രതിസന്ധിയിലായത്. എന്നാൽ ഈ മേഖലകളിലെ കരിമ്പിൻ പാടങ്ങൾ വീണ്ടും സജീവമായി കഴിഞ്ഞു. അസംസ്കൃത വസ്തുക്കളൊന്നും ചേർക്കാത്ത കരിമ്പ് കൃഷി ചെയ്യുന്ന ഇവിടുത്തെ ശർക്കരയ്ക്ക് അതിനാൽ തന്നെ ആവശ്യക്കാർ ഏറെയാണ്. തോട്ടത്തിൽ നിന്ന് ജോലിക്കാർ ഇപ്പോൾ കരിമ്പ് നിങ്ങൾ തന്നെ കണ്ടല്ലോ, അതിവിടെ കൊണ്ടുവന്ന് ഇതിനകത്ത് മെഷീൻ ആട്ടി നീരാക്കി ഈ നീര് കൊണ്ട് അടുപ്പത്ത് കൊണ്ട് ഇട്ട് കുറുക്കി ഇത് 6-7 മണിക്കൂർ കുറുക്കണം. മായമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് കുറുക്കിയാണ് ഇത് ശർക്കരയാക്കി ടിന്നിനകത്ത് കയറി വെച്ചിട്ട് ഇത് വേണം ചെയ്യുക. ഇത് വിജയം തന്നെയാണ്. ഞങ്ങൾക്ക് നാട്ടുകാർക്കും സന്തോഷമാണ്. ഇത് വലിയ വിജയമാണ്. പിന്നെ ഒരുപാട് പേർക്ക് ശർക്കരയാണെന്നുള്ളത് എൻ്റെ കഴിവ്. സംസ്ഥാനത്തെ മലയോര മേഖലയിലെ ഭൂരിഭാഗം കർഷകരും ഇങ്ങനെ സ്വന്തം തോട്ടത്തിൽ തന്നെ കരിമ്പ് കൃഷി ചെയ്ത് ശർക്കരയാക്കി മാറ്റിയാണ് ഇവ വിപണിയിലെത്തിക്കുന്നത്. ഔഷധാവശ്യങ്ങൾക്ക് പോലും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ളവർ ശർക്കര തേടി കേരളത്തിലേക്ക് എത്താറുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു. വിദേശ രാജ്യത്തേക്ക് ശർക്കര കയറ്റി അയക്കാനുള്ള നിരവധി ഓർഡറുകളും ശർക്കര വ്യാപാരികളെ ഇതിനോടകം തേടിയെത്തിക്കഴിഞ്ഞു. പൂർണ്ണമായും ജൈവ രീതിയിൽ തന്നെയാണ് സ്വന്തം കരിമ്പിൻ തോട്ടത്തിൽ നിന്ന് ഇവിടെ കരിമ്പെത്തിച്ച് ഉൽപാദനവും വിപണനവും നടത്തുന്നത്. അതിനാൽ തന്നെ ഈ ശർക്കരയ്ക്ക് മാധുര്യമേറും. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം കെബി ശ്യാമപ്രസാദ്, കൈരളി ന്യൂസ്. 4 പതിറ്റാണ്ട് പിന്നിട്ട സർഗാത്മക ജീവിതത്തിൽ ശില്പി രാജൻ പിറവി കൊടുത്തത് 1000ഓളം ശില്പങ്ങൾക്കാണ്. മണ്ണിലും കല്ലിലും മരത്തിലും ശില്പങ്ങൾ തീർക്കുന്ന ശില്പി രാജൻ സാംസ്കാരിക കേരളത്തിന്റെ അഭിമാനമാണ്. തൃശൂർ നെടുമ്പുഴയിലെ രാജേട്ടന്റെ വീട് അക്ഷരാർത്ഥത്തിൽ ഒരു പൈതൃക മ്യൂസിയമാണ്. ചെമ്മണിൽ തീർത്ത ചെഗുവേരയും തടിയിൽ പിറവികൊണ്ട മദർ തെരേസയും കരിങ്കല്ലിന്റെ പ്രൗഢിയോടെ ശക്തൻ തമ്പുരാനും ഇവിടെ പരസ്പരം സംവദിക്കുന്നുണ്ടാകും. കല്ലും മണ്ണും പാറയും രാജേട്ടന് സൗന്ദര്യം തുളുമ്പുന്ന ശില്പങ്ങളാണ്. കേവലം ചെത്തിമിനുക്കി പോളിഷ് ചെയ്തെടുക്കുന്ന ശില്പങ്ങൾക്കപ്പുറം പച്ചയായ മനുഷ്യജീവിതത്തിന്റെ നേർസാക്ഷ്യങ്ങളാണ് ശില്പി രാജന്റെ ശില്പങ്ങൾ. സ്കൂളുകളിലും ഒക്കെ എക്സിബിഷൻ നടത്താൻ ഒരു ആഗ്രഹമുണ്ട്. അതായത് പിന്നെ അതിനോടൊപ്പം 2-3 ദിവസം നീണ്ടു വെക്കുന്നതാണെന്ന് വെച്ചാൽ അവിടെ ഒരു ചെറിയൊരു കുട്ടികളുടെ ഒരു പഠനമായിട്ട് ടെറക്കോട്ട അല്ലെങ്കിൽ പിന്നെ അവിടെയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്ത് അവിടെ സ്ഥിരമായ ഒരു ശില്പം സ്ഥാപിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട് കയ്യിൽ. പിന്നെ ക്ലബ്ബുകളിൽ ആയാലും എവിടെയായാലും നമ്മൾ വിളിച്ചാലും അവിടെ പോയി എക്സിബിഷൻ നടത്താനുള്ള അതുമുണ്ട്. അതും അങ്ങനെ വേണം. പൊതുവെ ഇപ്പോൾ സാമ്പത്തിക പ്രശ്നം എല്ലാവർക്കും ഉള്ള കാരണം ഇപ്പോൾ വർക്കുകളൊക്കെ കുറവാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഒക്കെ ആകുമ്പോൾ നമുക്ക് ജീവിച്ചു പോകാനുള്ളൊരു വരുമാനം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. 40 വർഷം പിന്നിടുന്ന ഈ സർഗ പ്രവർത്തനത്തെ നാടും നാട്ടുകാരും എല്ലായ്പ്പോഴും അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാറുണ്ടെങ്കിലും തൻ്റെ കലാവിരുന്നിനെ ഇന്നും കേവലം സൗഹൃദ വലയങ്ങളിൽ മാത്രം തളച്ചിട്ടിരിക്കുകയാണ് രാജേട്ടൻ. ശില്പചിത്ര പ്രദർശനങ്ങളിൽ ഏറെ ശ്രദ്ധ ആകർഷിക്കുന്നവയാണ് രാജേട്ടൻ്റെ ശില്പികൾ. ആരുടെയും ആവശ്യങ്ങൾക്ക് അനുസൃതമായി ശില്പങ്ങൾ ചെയ്യാനും രാജേട്ടൻ തയ്യാർ. ജീവൻ തുടിക്കുന്ന നിരവധി ശില്പങ്ങൾ ഇപ്പോഴും രാജേട്ടൻ്റെ ഈ പണിപ്പുരയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഇവിടെ എത്തി ഇഷ്ടമുള്ളവ തിരഞ്ഞെടുക്കാം. PP സബിനൊപ്പം VS അഭിരാം.
ഗോത്ര സംസ്കാരത്തിന് നേർക്കാഴ്ചകളുമായി ഗദ്ദികമേളയ്ക്ക് കണ്ണൂരിൽ തിരിതെളിഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകളും കിർത്താഡ്സും സംയുക്തമായാണ് 10 ദിവസം നീളുന്ന മേള സംഘടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്തു. ഗോത്രവിഭാഗങ്ങളുടെ പരമ്പരാഗത ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വേദിയൊരുക്കുകയാണ് ഗദ്ദികയുടെ ലക്ഷ്യം. തനതു രുചികളും പാരമ്പര്യ ഉൽപ്പന്നങ്ങളും മേളയുടെ പ്രധാന ആകർഷകങ്ങളാകും. ഗോത്രഭക്ഷണത്തിന് പുറമെ അന്യം നിന്നുപോകുന്ന പരമ്പരാഗത കലാരൂപങ്ങളും ഗോത്രവൈദ്യവും നേരിട്ടനുഭവിച്ചറിയാനുള്ള അവസരമാണ് ഗദ്ദിക ഒരുക്കുന്നത്. കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിൽ മന്ത്രി AK ബാലന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിപണി കണ്ടെത്തുന്നതിനും മറ്റുൽപ്പന്നങ്ങളോട് മത്സരിച്ച് വിപണി കീഴടക്കുന്നതിനുമൊന്നും പട്ടികജാതി പട്ടികവർഗക്കാർക്ക് പലപ്പോഴും കഴിയാറില്ല. അതുപോലെ തന്നെ നാടൻ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് അവർക്ക് പലപ്പോഴും വേദി കിട്ടാതെയും വരുന്നുണ്ട്. അതിനെല്ലാമുള്ള പരിഹാരമായാണ് ഗദ്ദിക നടത്തുന്നത്. പൂർണ്ണമായും സർക്കാർ ചെലവിൽ നടത്തുന്ന മേളയിൽ നിന്നും ലഭിക്കുന്ന മുഴുവൻ വരുമാനവും സംരംഭകർക്ക് ലഭിക്കും. പൊതുവിപണിയിൽ ലഭ്യമാകാത്ത മുള, ചൂരൽ, ഈറ്റ, മരത്തടി തുടങ്ങിയവ കൊണ്ടുള്ള ഫർണിച്ചറുകൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, പാത്രങ്ങൾ, ചിത്രങ്ങൾ, വനവിഭവങ്ങളായ മുളയരി, റാഗി, കാട്ടുതേൻ, ശർക്കര, കസ്തൂരിമഞ്ഞൾ, രാമച്ചം തുടങ്ങിയവ മേളയിലുണ്ട്. പട്ടികജാതി വിഭാഗത്തിന്റെ 60ഉം പട്ടികവർഗ വിഭാഗത്തിന്റെ 20 സ്റ്റാളുകളുമായി 80 സ്റ്റാളുകളാണ് മേളയിലുള്ളത്. കൈരളി ന്യൂസ്, കണ്ണൂർ. കോൺഗ്രസിനുള്ളിലെ ചതിയുടെ കഥകൾ പറയുന്ന പ്രമുഖ കോൺഗ്രസ് നേതാവ് പ്രൊഫസർ G. ബാലചന്ദ്രന്റെ പുസ്തകം ശ്രദ്ധേയമാകുന്നു. അനുഭവങ്ങളുടെ അകത്തളങ്ങളിൽ എന്ന ആത്മകഥയിലാണ് കോൺഗ്രസിനുള്ളിലെ ചതിയുടെ കഥകൾ വെളിപ്പെടുത്തുന്നത്. രമേശ് ചെന്നിത്തലയുടെ മകന്റെ പുസ്തക പ്രസാധക സംരംഭമാണ് പുസ്തകം വിപണിയിലെത്തിക്കുന്നത്. കോൺഗ്രസിനുള്ളിലെ ചതിയുടെയും വഞ്ചനയുടെയും കഥകൾ അനാവരണം ചെയ്യുന്ന സ്വയം ഭാഷണമാണ് AICC അംഗവും പ്രമുഖ കോൺഗ്രസ് നേതാവുമായ പ്രൊഫസർ G. ബാലചന്ദ്രന്റെ ആത്മകഥ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം തിരുവനന്തപുരം സ്റ്റൈൽ വേറെ എന്ന അധ്യായത്തിലാണ് തന്നെ കാലുവാരി തോൽപ്പിച്ച കോൺഗ്രസ് നേതാക്കളുടെ പേര് വെളിപ്പെടുത്തുന്നത്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി രംഗപ്രവേശനം ചെയ്ത തന്നെ തിരുവനന്തപുരത്തെ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ചതിച്ചു എന്ന് ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനറായ പാലോട് രവി ദിനംപ്രതി പണം വാങ്ങും, എന്നാൽ പ്രവർത്തനം ചട്ടപ്പടിയായിരുന്നു. വർക്കലയിലെ സ്വീകരണ പരിപാടികൾ അട്ടിമറിക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പ് ദിവസവും വോട്ടെണ്ണൽ ദിവസവും വർക്കല കഹാർ അജ്ഞാതവാസത്തിലായിരുന്നു. ആര്യനാട് MLA ആയിരുന്ന G. കാർത്തികേയനും കാട്ടാക്കട MLA ആയിരുന്ന G. ശക്തനും സ്ഥാനാർത്ഥിയുടെ വണ്ടിയിൽ കയറാൻ പോലും തയ്യാറായില്ല. നെടുമങ്ങാട് മണ്ഡലത്തിൽ വെച്ച് മൊബൈൽ ഫോണും 50,000 രൂപയും മോഷ്ടിച്ചു. പ്രചരണത്തിനെന്ന് പറഞ്ഞ് വാങ്ങിയ 2 ലക്ഷം രൂപയുമായി സുഹൃത്ത് മുങ്ങി. അക്കമിട്ട് നിരത്തുകയാണ് G. ബാലചന്ദ്രൻ ചതിയുടെ കഥകൾ. താൻ ആലപ്പുഴ നഗരസഭാ ചെയർമാനാവാതിരിക്കാൻ മുൻ മന്ത്രി തച്ചടി പ്രഭാകരൻ നടത്തിയ നീക്കങ്ങളും പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുടെ മകൻ രോഹിത് ചെന്നിത്തലയുടെ ഉടമസ്ഥതയിലുള്ള ശ്രേഷ്ഠ പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പെരുമ്പടം ശ്രീധരൻ, K. ജയകുമാർ, പ്രഭാവർമ്മ, ജോർജ് ഓണക്കൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 2 പ്രളയങ്ങളെ നേരിട്ട കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് പറഞ്ഞു. സഹായങ്ങൾ സ്വീകരിക്കുന്നത് തടസ്സപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ കടങ്ങൾ സ്വീകരിക്കുന്നതിനും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഈ പ്രതിസന്ധിയെ ജനങ്ങളുടെ പിന്തുണയോടെ കേരളം മറികടക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തുടർച്ചയായി 2 പ്രളയ ദുരന്തം നേരിട്ട സംസ്ഥാനമാണ് കേരളം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിട്ടും ജനങ്ങളുടെ ഒരുമയോടുള്ള പിന്തുണയോടെ ഇതിനെ കേരളം അതിജീവിക്കുകയാണ്. വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിയിട്ടില്ല. ക്ഷേമ പദ്ധതികളും ശമ്പളവും മുടക്കമില്ലാതെ നൽകുന്നു. എന്നാൽ ഇത്തരമൊരു ഘട്ടത്തിൽ കേരളത്തെ സഹായിക്കുന്നതിന് പകരം ശ്വാസം മുട്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് കേരള NGO യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രകൃതി ദുരന്തം നേരിടുന്ന സാഹചര്യങ്ങളിൽ കടമെടുക്കുന്നതിന് സാധാരണഗതിയിൽ സംസ്ഥാനങ്ങൾക്ക് ഇളവുകൾ നൽകും. മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകിയ സാമ്പത്തിക സഹായമോ കടമെടുപ്പിനുള്ള ഇളവുകളോ കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയില്ല. അതിനുള്ള കാരണം തേടി പാഴൂർപ്പടി വരെ പോകേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. NREG തൊഴിലാളികളുടെ കൂലി പോലും നൽകാതെ കേരളത്തിലെ ജനങ്ങളെ ദ്രോഹിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേരളത്തെ ശ്വാസം മുട്ടിക്കുക, ഇതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മളോട് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്, നിങ്ങൾ കളവില്ല, നിങ്ങൾക്ക് ആകെ എടുക്കാവുന്ന കടം നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്,
അതിൽ തന്നെ നിൽക്കണം. പ്രതിസന്ധികൾക്കിടയിലും ശമ്പളവും ആനുകൂല്യങ്ങളും മുടങ്ങാതെ സർക്കാർ ജീവനക്കാർക്ക് നൽകുന്നുണ്ട്. ഇക്കാര്യം ജീവനക്കാർ ഓർമ്മിക്കണം. സർക്കാർ ഓഫീസുകളിൽ ഫയൽ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കണം. പൊതുവെ അഴിമതി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലരെങ്കിലും ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അഴിമതി വെച്ചു പൊറുപ്പിക്കില്ലെന്നും കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് E. പ്രേംകുമാർ അധ്യക്ഷനായിരുന്നു. കുമ്പളയിലെ ജില്ലാ സഹകരണ ആശുപത്രി കെട്ടിടവും കാസർഗോഡ് AR ക്യാമ്പിൽ ജില്ലാ പോലീസ് സഹകരണ സംഘം കെട്ടിടവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കൈരളി ന്യൂസ്, കാസർഗോഡ്. NPR-ഉം NRC-യും CAA-യും ഒരു പാക്കേജായാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ജനാധിപത്യവും മതേതരത്വവും തകർത്ത് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. സെൻസസിന് എത്തുന്നവർ NPR-ുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി നൽകരുത്. കാസർഗോഡ് രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കി രാജ്യത്തെ വിഭജിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ജനാധിപത്യവും മതേതരത്വവും തകർക്കുകയാണ്. NPR-ഉം NRC-യും CAA-യും ഒരു പാക്കേജായി നടപ്പിലാക്കി ഹിന്ദുരാഷ്ട്രമുണ്ടാക്കുകയാണ് ലക്ഷ്യമെന്ന് യെച്ചൂരി പറഞ്ഞു. When we say that it's a single package, CAA, NRC, NPR, so that their Hindutva Rashtra can be consolidated, a fascistic project. This fascistic project they want to bring in, they're replacing our existing secular democratic constitution. That is the entire objective. കേരളമടക്കം 13 സംസ്ഥാനങ്ങൾ NPR നടപ്പിലാക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൂരിഭാഗം ജനങ്ങളും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതോടെ രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള നീക്കത്തിനെതിരായ ശക്തമായ പ്രക്ഷോഭമായി അത് മാറും. സെൻസസിനെത്തുന്നവർ NPR-ുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചാൽ ജനങ്ങൾ മറുപടി നൽകരുത്. When the NPR enumerator comes to your house, do not answer NPR questions. രാജ്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തെ നയിച്ച് ഉത്തരവാദിത്തം നിറവേറ്റുന്ന കേരളം മനുഷ്യമഹാശൃംഖലയിലൂടെ ലോകത്ത് തന്നെ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണെന്നും യെച്ചൂരി പറഞ്ഞു. ചെറുവത്തൂരിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. തൈക്കടപ്പുറം ഓർച്ചയിൽ നീലേശ്വരം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി നിർമ്മിച്ച മുസാഫർ അഹമ്മദ് മന്ദിരം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. P. കരുണാകരൻ, M. രാജഗോപാലൻ, KP. സതീശ്ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കാസർഗോഡ്.